ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നാണോ, യുദ്ധ സമാനമായ സാഹചര്യം എന്നാണോ വിളിക്കേണ്ടത് എന്നറിയില്ല. ശ്രീ പി ജെ വിൻസെന്റ്, ഇനി എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ആദ്യം ഇന്ത്യ പാകിസ്ഥാനിലെ 9 ടെറർ ലോഞ്ച് പാഡുകളെ ലക്ഷ്യം വെച്ചു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അതിന് തിരിച്ചടി രാത്രിയിലുണ്ടായി. അവർ ഇന്ത്യയുടെ സൈനിക സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചു. വീണ്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പുലർച്ചെ അതിന് മറുപടി ഉണ്ടായി. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ ടിറ്റ് ഫോർ ടാറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇനി അവിടെ നിന്ന് പ്രകോപനം ഉണ്ടാവാതിരുന്നാൽ ഒരുപക്ഷെ ഇത് അവസാനിക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുമോ? സ്വാഭാവികമായും ഒരു വലിയ ലാർജ് സ്കെയിൽ വാറിന് ലോകത്താർക്കും താല്പര്യം ഉണ്ടാവില്ല. 2 ആണവ ശക്തികളാണ്. സ്വാഭാവികമായും ഇതര രാജ്യങ്ങൾ ഇടപെടുകയും ചെയ്യും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടിറ്റ് ഫോർ ടാറ്റ് യുക്തി വെച്ചാൽ ഇനിയിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവണം, ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാവണം എങ്കിൽ പാകിസ്ഥാൻ ഇനി സംയമനം പാലിച്ചാൽ ഇത് അവസാനിക്കുമോ? ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇത് ഒരു ലോക്കൽ വാറോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് വാറിൻ്റെ സ്വഭാവമല്ല ഉള്ളത്. 1999 കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യയിലേക്ക് കടന്നു കയറിയ 12 കിലോമീറ്ററോളം കടന്നു വന്ന ഭീകരരെ പുറത്താക്കുക എന്നതായിരുന്നു. അതിനപ്പുറത്തേക്ക് കടക്കുക, LOC ക്രോസ് ചെയ്യുക എന്ന അജണ്ട പോലും അന്ന് ഇന്ത്യക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അങ്ങനെയല്ല. അതിർത്തിയിലുടനീളം രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യ നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാർ, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് രാജ്യം തയ്യാറാണ് എന്നതാണ്. മാത്രമല്ല, ട്രംപ് സൂചിപ്പിച്ചതുപോലെ ടിറ്റ് ഫോർ ടാറ്റ്, അവരൊരു അടി തന്നു മറ്റൊരു തിരിച്ചടി കൊടുക്കുക, അതോടുകൂടി അവസാനിപ്പിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് പത്രസമ്മേളനം എന്നല്ല മിശ്രിയും അതുപോലെ സോഫിയ ഖുറൈഷിയും ജോമിക സിംഗും നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ 2001 പാർലമെൻറ്റ് ആക്രമണം മുതൽ കാണിച്ചുകൊണ്ടാണ് 2025 ഒക്ടോബർ 22 പഹൽഗാം കാണിച്ചത്. അത് വ്യക്തമായ സൂചനയാണ്. എന്ന് വെച്ചാൽ ഒരക്രമം ഇങ്ങോട്ടുണ്ടാകുമ്പോൾ തിരിച്ചങ്ങോട്ട് ഒരക്രമം കൊടുക്കുക, അത് ഒരു റിട്ടാലിയേഷനാണ്. അപ്പം ഈ ജസ്റ്റ് റിട്ടാലിയേഷൻ അതിനപ്പുറത്തേക്ക് കടക്കാതെ ഇതിങ്ങനെ നിരന്തരമായി ചത്തും കൊന്നും അടക്കിക്കൊള്ളുക എന്ന മട്ടിൽ മുന്നോട്ട് പോകണം എന്നാണോ ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയും ആഗ്രഹിക്കുന്നത്? ഏതായാലും ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫോർമേഷൻ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഇനി ഒരു ടിറ്റ് ഫോർ ടാറ്റ് അല്ല, മറിച്ച് ഇനി പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദവും അക്രമവും ഉണ്ടായാൽ അത് ഫിനിഷ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന ശക്തമായ റെസ്പോൺസസ് ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ബലാക്കോട്ട് നമ്മൾ അറ്റാക്ക് ചെയ്തത് 12 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രം നടത്താനാണെങ്കിൽ ഇത്രയും അധികം ഒരു മുന്നൊരുക്കങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാത്രവുമല്ല, രാജ്യം സമ്പൂർണമായ യുദ്ധപ്രഖ്യാപനം ഇതിനു മുന്നേ തന്നെ നടത്തിക്കഴിഞ്ഞു സാങ്കേതികമായി. കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സമസ്ത തലങ്ങളിലുമുള്ള ബന്ധവിച്ഛേദനം നടത്തിക്കഴിഞ്ഞു. എല്ലാ കരാറുകളിൽ നിന്നും നമ്മൾ പിൻവാങ്ങി. അതിപ്പം സിംല കരാർ പിന്നെ പാകിസ്ഥാൻ തന്നെ മുൻകൂട്ടി അങ്ങ് പിൻവാങ്ങിയതുകൊണ്ട് അതിൻ്റെ പ്രശ്നവുമില്ല. അപ്പോൾ വാട്ടർ ട്രീറ്റി, ഇൻഡസ് വാട്ടർ ട്രീറ്റി അടക്കം പാകിസ്ഥാനുമായിട്ട് നയതന്ത്ര തലത്തിലും തന്ത്രപരമായിട്ടും സാമ്പത്തിക രംഗത്തിലും സാംസ്കാരികവുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു. അതിൻ്റെ അവസാനമായിട്ട് അതിനുശേഷമാണ് ഒരു കൈനറ്റിക് വാറിലേക്ക് ഇന്ത്യ കടക്കുന്നത്. ഇനി അതിനോട് പാകിസ്ഥാൻ്റെ പ്രതികരണം ശക്തമാണ്. പാകിസ്ഥാനും അതിനെതിരെ പ്രതിരോധിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇതുവരെ സംഭവിച്ച രീതിയിൽ ഒരു ടിറ്റ് ഫോർ ടാറ്റ് കൊടുത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക, ഇനി അടുത്ത ആക്രമണത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക, അന്നേരം വീണ്ടും ഒരു തിരിച്ചടി കൊടുക്കാൻ നമ്മൾ തയ്യാറെടുക്കുക. ഇത് ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇത് ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി നേരിട്ട് യുദ്ധം ചെയ്തിട്ട് യുദ്ധവിജയമുണ്ടായ ഘട്ടത്തിലാണെങ്കിൽ നേരെ ഡിപ്ലോമാറ്റിക് ടേബിളിൽ പോയിട്ട് നമ്മൾ നേടിയ യുദ്ധവിജയങ്ങളെല്ലാം അടിയറ വെച്ച് പഴയ അതിർത്തിയിലേക്ക് പിൻവാങ്ങി എല്ലാം സബൂറാക്കി മടങ്ങിപ്പോരുക. ഇതാണ് ഈ പാക് ഇന്ത്യ സംഘർഷത്തിൽ ഇതുവരെ നമ്മൾ കണ്ടുവന്ന ഒരു ശീലം. 2016 ഉറി ആക്രമണത്തിന് ശേഷം ആ ശീലത്തിൽ ഒരു മാറ്റം കണ്ടു. LOC കടന്ന് നമ്മൾ പാക് അധീന കാശ്മീരിൽ ആക്രമണം നടത്തി. 2019 പുൽവാമയ്ക്ക് ശേഷം പാകിസ്ഥാനിലെ ഖൈബർ പഷ്തൂൺഖ പ്രോവിൻസിലുള്ള ബലാക്കോട്ട് അറ്റാക്ക് ചെയ്തു. അത് ആദ്യമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പോയിട്ട് ആക്രമണം നടത്തുന്നത്. രണ്ടാമത് നടക്കുന്ന പഹൽഗാമിന് ശേഷം ഇപ്പോൾ നമ്മൾ പഞ്ചാബ് പ്രോവിൻസാണ് പാകിസ്ഥാൻ്റെ കേന്ദ്രം. പഞ്ചാബ് പ്രോവിൻസിലെ സിയാൽകോട്ടിലെ
ഹിസ്ബുൾ മുജാഹിദിൻ്റെ കേന്ദ്രം തകർത്തു, അതുപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രം തകർത്തു. അവിടെ ഡ്രെഡഡ് ക്രിമിനലും ടെററിസ്റ്റുമായിട്ടുള്ള റൌഫ് അഷർ അടക്കമുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് നൽകുന്ന സൂചന ഒരു സമഗ്ര യുദ്ധത്തിൻ്റെതാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാന് ഏതൊക്കെ തരത്തിലാണോ ദൗർബല്യമുള്ളത് അതെല്ലാം ഉപയോഗപ്പെടുത്തുക എന്ന നിലയിലേക്ക് ഇന്ത്യൻ സ്ട്രാറ്റജി മാറിയിട്ടുണ്ട്. അവിടെ ഒരു സിവിലൈസ്ഡ് വാർ എന്ന മനോഹരമായ വാക്കെല്ലാം പദത്തിനകത്ത് നമ്മൾ പാകിസ്ഥാൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടുകയോ പാകിസ്ഥാനെ ശിഥിലീകരിക്കുന്ന ശക്തികൾക്ക് സഹായം കൊടുക്കുകയോ എന്നിത്യാദി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ സാങ്കേതികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നുള്ള മാറ്റം കാണുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ആന്തരിക ദൗർബല്യങ്ങളെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യ ഇടപെടൽ നടത്തുന്നുണ്ട്. അത് വേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് ഏപ്രിൽ 14 പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ജിഹാദി ജനറൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അസിം മുനീർ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒരു ഹിന്ദു മുസ്ലിം ദേശീയതയിലേക്ക് ചുരുക്കി അവതരിപ്പിച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്താൽ പോരെ, അതിലേക്ക് എന്തിനാണ് ഇത് ഒരു ഹിന്ദു മുസ്ലിം നാഷണാലിറ്റിയുടെ പ്രശ്നമാണ് എന്ന് 1940കളിലെ വീണ്ടും വാദിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ആഭ്യന്തരമായി ഇന്ത്യയെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആഭ്യന്തരമായി ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പഹൽഗാമിൽ അവർ വളരെ കൃത്യമായി ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു വന്നതിന് വേണ്ടിയിട്ടാണ്, അതിനും ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ടിറ്റ് ഫോർ ടാറ്റ് തിരിച്ചും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെയാണ് ബലൂച്ച് നാഷണൽ ആർമി പ്രസക്തമാകുന്നത്. 2007 പാകിസ്ഥാൻ ചൊല്ലും ചെലവും കൊടുത്ത് വളർത്തിയ തെഹ്രീക്കെ ഈ താലിബാൻ ഈ പാകിസ്ഥാൻ, അവർ ഖൈബർ പഷ്തൂൺഖ മേഖലയിൽ പാക് സൈന്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇവരെയൊന്നും ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല, ഇതൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പഴയ ശീലത്തിനപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ സാധിക്കാവുന്ന എല്ലാ ആയുധങ്ങളും അത് ഇന്ത്യ പ്രയോഗിക്കുക തന്നെ ചെയ്യും. അത് പറയുമ്പോൾ തെഹ്രീക്കെ താലിബാൻ വളരെ പ്രകടമായി ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ മസൂദ് അസറിന്റെ കുടുംബത്തെ അടക്കം കൊലയ്ക്ക് കൊടുത്തത് നിങ്ങളാണ്, നിങ്ങളുടെ പക്കൽ നിന്നാണ് ഭീകര ക്യാമ്പുകളുടെ വിവരങ്ങൾ ഇന്ത്യക്ക് ചോർന്നു കിട്ടിയത് എന്ന ആരോപണം ഉന്നയിച്ച് തെഹ്രീക്കെ താലിബാൻ ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു.